ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് അച്യുതൻ വരികയാണ്. എന്നിട്ട് അച്യുതനാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് ഞാൻ കഴിക്കുന്ന മരുന്ന് ഒരു 2-3 മാസത്തേക്ക് തരണം, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. നാട്ടിലേക്കോ? അതെ, നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് തൻ്റെ അസുഖത്തിന് ചികിത്സിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അൾസർ അല്ലേ ഡോക്ടറെ, അതെങ്ങനെ മാറിക്കോളും എന്ന് പറയുകയാണ്. അന്നേരം ഡോക്ടർ തുറന്നു പറയാണ്, അൾസർ ഒന്നുമല്ല, ക്യാൻസറാണ് തനിക്ക്, ബ്ലഡ് ക്യാൻസറാണ്. തൻ്റെ മകൾ തന്നിൽ നിന്നത് മറച്ചു വെച്ചതാണ്. തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, സർജറിക്കുള്ള പണത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടിട്ട് അച്യുതൻ ആകെ ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. ഇനി അധികം കാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ അച്യുതന് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് സങ്കടത്തോടെ ഇറങ്ങി പോകുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ, അതായത് ഭൂമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്യുതൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ മൊബൈലിലേക്ക് കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റർ വിളിക്കുകയാണ്. സിസ്റ്റർ വിളിച്ചിട്ട് ഭൂമി അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷ നാളെ പരിഗണിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് ഭൂമിക്ക്. ഉറപ്പായിട്ടും ഭൂമിക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരിക്കും ഇവിടെ നിന്ന് എടുക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നാളെ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ നാളെ എനിക്ക് വരാൻ പറ്റില്ല, ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ അപ്രൂവൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്നോളാം സിസ്റ്ററെ എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മതി, എന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്ന് സിസ്റ്റർ പറയുകയാണ്. അപ്പോൾ താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ശേഷം ലക്ഷ്മി ചേച്ചി അവളോട് യാത്ര പറയുമ്പോൾ ലക്ഷ്മി ചേച്ചി ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരും ചേച്ചി എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഞാനിതൊക്കെ ഇട്ടെറിഞ്ഞ് അങ്ങോട്ട് വരും. അയ്യോ അങ്ങോട്ട് വന്നോ, പക്ഷേ ഇതൊന്നും ഇട്ടെറിയരുത്, ഇതെൻ്റെ ജീവനാണെന്നൊക്കെ പറയേ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വീട്ടിലാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. അംബിക വണ്ടി ഡ്രൈവറും കൂടിയിട്ട് എല്ലാതും കയറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം അച്യുതൻ വരികയാണ് കേട്ടോ. അച്യുതൻ എന്നിട്ട് വണ്ടിക്കാരനോട് പറയുകയാണ്, ഞങ്ങളെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്, തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചോളാം മറ്റേ അയാൾക്ക് പൈസ ഒക്കെ കൊടുക്കുകയാണ്. അംബികയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അംബിക വേഗം തന്നെ അച്യുതൻ്റെ പിന്നിൽ കൂടെ ചെന്നിട്ട്, അച്ഛേട്ടാ എന്താ അച്ഛേട്ടാ ഇത്, അച്ഛേട്ടൻ എന്തീ പറയുന്നത്, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, ബോധമില്ലേ, ഒരിക്കൽ പോകുമെന്ന് പറയും പിന്നെ പോകില്ല എന്ന് പറയും, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്യുതൻ പറയാണ്, നമ്മുടെ മകൾ നമ്മളെ തോൽപ്പിച്ച് അംബികയെന്ന് പറയാൻ കേട്ടോ. എന്താ കാര്യം, അവൾ സ്നേഹം കൊണ്ട് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു, എന്നിട്ട് മരുന്ന് കിട്ടിയോ, മരുന്ന് എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിക്കുകയാണേ. അപ്പോൾ പറയും, എനിക്ക് അൾസർ അല്ല അംബികയെ, ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണെന്ന് പറയുകയാണേ. അന്നേരം അംബിക ഒന്നും ഇടാതെ അങ്ങ് തരിച്ച് നിൽക്കാൻ കേട്ടോ. കണ്ണീന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബിക ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ. അംബിക ഒന്നും മിണ്ടാതെ പോയിട്ട് അപ്പുറത്ത് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് അച്യുതൻ വരികയാണ് കേട്ടോ. അച്യുതൻ കെട്ടിപ്പിടിച്ച് അംബിക കരയാണ്, അച്യുവേട്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അംബിക എന്നോട് അച്യുതൻ പറയാണ്, കരഞ്ഞിട്ട് കാര്യമില്ല അംബികയെ, ഇനി അധികം നാളെ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, എൻ്റെ മകൾ എനിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അവൾക്കതറിയാം, എല്ലാതും അറിയാം. അപ്പോൾ അവൾ നമ്മളോട് ഇതൊന്നും പറയാതെയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ അംബികയെന്ന് പറയാനിട്ട്, ഉണ്ട് നമ്മുടെ ഈ ദാരിദ്ര്യം അല്ലാതെ വേറെ എന്തുണ്ട് അച്ചുവേട്ടാന്ന് പറയാൻ കേട്ടോ. ഉണ്ട്, അവൾ അത്രയും സൗഭാഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതം നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. അവളുടെ അച്ഛനെ എന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു അംബികയെ. അച്ചുവേട്ടാ എന്ന് പറയാം കേട്ടോ. അതെ, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല അംബികയെ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. അവൾ സൗഭാഗ്യത്തോടു കൂടിയിട്ട് അവൾ അച്ഛൻ്റെ അടുത്ത് കഴിയണം. അച്ചുവേട്ടന് അത് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കഴിയും, ഉറപ്പായിട്ടും കഴിയും. നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ വെക്കാം, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് നമുക്ക് അവളുടെ അച്ഛനെ ഏൽപ്പിക്കാമെന്ന് പറയാൻ കേട്ടോ. ആരാണ് അച്ഛൻ? എന്തായാലും ഇത്രയും ദിവസം ക്ഷമിച്ചതല്ലേ, നാളത്തെ ഒരു ദിവസം കൂടി ക്ഷമിക്കാം അംബികയെ എന്ന് അംബികനോട് പറയാണ് കേട്ടോ. അപ്പോൾ അംബിക എന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്യുതനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. സാരമില്ല, നമുക്ക് എന്തായാലും നമ്മുടെ മോള് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നറിയോ, എനിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന്, ഭാഗ്യം ചെയ്യണം ഇങ്ങനൊരു മോളെ കിട്ടാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ശരിയാ, ഭാഗ്യം ചെയ്യണം, പക്ഷേ ആ ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ യോഗം ഇല്ലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് അച്യുതൻ അംബികനോട് പറയാൻ കേട്ടോ. അപ്പോഴേക്കും പുറത്ത് കമാൽ ഇങ്ങനെ പതുക്കനെ വന്നു ഒരു സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഭൂമി അവിടേക്ക് വരികയാണ്. ഭൂമിയുടെ വണ്ടിയിൽ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അച്യുതൻ പറയുന്നു,
പറയുന്നുണ്ട്, ദേ മിണ്ടാതിരിക്കി, മോള് വന്നിട്ടുണ്ട്, കണ്ണൊക്കെ തുടക്കിയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേഗം തന്നെ അംബിക കണ്ണൊക്കെ തുടയ്ക്കാണ്. അപ്പോൾ ഭൂമി വരുമ്പോൾ സാധനങ്ങളൊക്കെ താഴത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ എന്താ നമ്മൾ പോകുന്നില്ലേ, വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ, വണ്ടി വന്നില്ലേന്ന് ചോദിക്കുന്നു. വണ്ടി വരണോ അതോ വരണ്ടാന്നാണോ മോള് പറയുന്നത്? അച്ഛനെന്താ പറയുന്നത്? മോള് പറയും വണ്ടി വരണ്ടാന്ന്. വണ്ടി വരൂല, നമ്മളിന്ന് പോകുന്നില്ല. എന്ത് അച്ഛൻ എന്തേ പറയുന്നത്? ഇല്ല, മോൾക്ക് സന്തോഷം വരണ്ടാന്നല്ലേ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. നമ്മളിനി നാട്ടിലേക്ക് പോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. എന്താ ഇപ്പോൾ തീരുമാനം മാറ്റിയത്? എന്തോ എനിക്കങ്ങനെ തോന്നി മോളെ എന്ന് പറയാൻ കേട്ടോ. എൻ്റെ നല്ല അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അംബികൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകണട്ടാ. എന്താ എൻ്റെ അമ്മക്കുട്ടിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്? എന്താ രണ്ടുപേരും കൂടെ തല്ലു പിടിച്ചോ? അത് അടപ്പിലൂതിയിട്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ അടപ്പിലൊന്നും പണിയെടുക്കാൻ നിൽക്കണ്ടെന്ന്. എൻ്റെ ഹൗസിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സഹായിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ. പിന്നെ ഇനി അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അഹങ്കാരം എന്നാ പറയുക, മനസ്സിലായാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയാണ് കേട്ടോ. അപ്പം അംബിക ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ അതേ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ, കണ്ണീർ കടലായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കവളൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ് കേട്ടോ. അംബികയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അംബിക സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും. അപ്പോൾ അംബിക പറയും, ഞാൻ ഒന്നുമില്ല മോളെ, ഞാൻ എനിക്ക് ഓരോന്ന് ഓർത്തുങ്ങാട്ട് എന്ന് പറയാൻ കേട്ടോ. ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അംബിക അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതനാണെന്നുണ്ടെങ്കിൽ മോളോട് പറയുന്നുണ്ട്, അതെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, എന്തായാലും നമ്മൾ പോകുന്നില്ലല്ലോ, നമ്മുടെ കോഫി ഹൗസ് തുടങ്ങിയിട്ട് എത്ര നാളായി? 2 വർഷം ആയിട്ടുണ്ടാവും. എന്തായാലും സാരില്ല, എനിക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമായി അച്ഛാ. എന്തായാലും അച്ഛൻ്റെ സർജറി പെട്ടെന്ന് നടത്താലോന്ന് പെട്ടെന്ന് ഭൂമി പറഞ്ഞു പോകാനേ. അന്നേരം അംബിക അവിടെ നിൽക്കുന്നുണ്ടാവും. അംബികയും അച്യുതനും കൂടിയിട്ട് നോക്കുന്നുണ്ട്, കണ്ണി നോക്കുന്നുണ്ടേ. അപ്പോൾ അല്ല, സർജറി എന്ന് പറഞ്ഞാൽ അൾസറിന് വേണ്ട ചികിത്സ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയട്ടോ. ശരി, എന്തായാലും ഒരു കാര്യം ചെയ്യാം, മോളൊരു കാര്യം ചെയ്യും, നാളെ നമുക്കൊരു ഫംഗ്ഷൻ വെക്കാം, എല്ലാവരെയും വിളിക്കാം, സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും എല്ലാവരെയും വിളിക്കാം. അപ്പോൾ നമ്മളെ ഭൂമി പറയാനിട്ട് എന്ത് ഫംഗ്ഷനായിട്ട് വെക്കും, നമുക്ക് എന്തെങ്കിലും ഒരു പേരിടാം. അപ്പോൾ അച്ചൂസ് ഹാപ്പി ഡേ എന്ന് ഇട്ടാലോ എന്ന് ചോദിക്കാൻ കേട്ടോ ഭൂമി. അതൊന്നും വേണ്ട, എന്നാൽ പിന്നെ ഫാദേഴ്സ് ഡേ എന്ന് ഇടാം. ശരി, ഫാദേഴ്സ് ഡേ എന്ന് ഇടാം. സത്യസാറിനെ വിളിക്കണേ, ആരും വന്നില്ലെങ്കിൽ സത്യസാറ് വരും, ഉറപ്പായിട്ടും വരും. സാറിന് ഞാൻ മോളെ പോലെയാ എന്ന് പറയും കേട്ടോ. അപ്പം അച്യുത ശരിക്കും മനസ്സിലാകുന്ന, അതെ മോളെ പോലെയല്ല, മോള് തന്നെയാ എന്നൊക്കെ പറയും കേട്ടോ. ഭാഗ്യം ചെയ്ത അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം അത്രയും ഇന്നത്തെ എപ്പിസോഡുള്ളൂ. ശേഷം പ്രമോണ് കാണിക്കുന്നത്, പ്രമോല് അച്യുതനും അംബികയും കൂടിയിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. നമ്മൾ അവളെ അച്ഛനെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൾ വെറുക്കുന്നൊക്കെ പറയുകയാണ്. പിന്നെ സത്യൻ സാറിനെ കണ്ട് നാളത്തെ ഫംഗ്ഷൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ, നീ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ ആരും ആയിരുന്നു എന്നൊക്കെ സത്യൻ സാറിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രമോല്.